ഇവിടെ നമ്മൾ ഏറ്റവും പ്രാഥമിക തലത്തിലുള്ള ധർമ്മോപദേശമാണ് തൈത്തിരീയോപനിഷത്തിൽ ശിക്ഷാവല്ലിയിൽ 11ാമത്തെ അനുവാകത്തിൽ ഉപദേശിച്ചതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ്. അതായത് സാമാന്യ ധർമ്മോപദേശമൊക്കെ പറഞ്ഞു. സാമാന്യമായൊരു മനുഷ്യൻ വിശേഷിച്ച് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ പറഞ്ഞു. ഇനി വിശേഷമായിട്ട് പറയുകയാണ്, നിനക്ക് ഏതെങ്കിലും കർമ്മ വിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം വന്നാൽ അവിടെ സമാനന്മാരുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ ബന്ധുക്കളായിട്ടോ ചർച്ച ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ കൂടുതൽ അപകടത്തിലെത്തുന്നേ ഉള്ളൂ. അപ്പം എന്ത് വേണം? യുക്തന്മാരും ആയുക്തന്മാരും അലൂക്ഷന്മാരും ധർമ്മകാമന്മാരുമായ ബ്രാഹ്മണരെ അവിടെ മാതൃകയാക്കണം. അവരോട് സംശയങ്ങൾ ചോദിക്കാം. അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഇത് പലപ്പോഴും വരാറുണ്ട്. പല വിഷയങ്ങൾ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. ചിലപ്പോൾ അത് സ്വത്ത് വിഭജനാവാം, അല്ലെങ്കിൽ പലതും അമ്മയോടുള്ള വ്യവഹാരമാവാം, മക്കളോടുള്ള വ്യവഹാരമാവാം, പത്നിയോടുള്ള വ്യവഹാരമാവാം, പതിയോടുള്ള വ്യവഹാരമാവാം. ഒക്കത്തിൽ നമുക്ക് സംശയം വരാം. അതെന്ത് സന്ദർഭം വന്നാലും വിദ്വാൻമാരോട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ വേണം. ഇത് പറഞ്ഞു. തുടർന്ന് അതേപോലെ മറ്റൊരു ഉപദേശം ചെയ്യുകയാണ്. അഥാഭ്യാഖ്യാതേഷു ഏതത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ ആയുക്താഃ അലൂക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേഥാഃ. അഥാഭ്യാഖ്യാതേഷു, അനന്തരം എന്ന് വെച്ചാൽ അനന്തരം എന്ന് പറഞ്ഞാൽ സാമാന്യമായി പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി വിശേഷമായിട്ട് പറയാം. അഭ്യാഖ്യാതന്മാരിൽ എന്ന് വെച്ചാൽ അർത്ഥം, അഭ്യാഖ്യാതന്മാരുടെ വിഷയത്തിൽ എന്തെങ്കിലും സംശയം വന്നാൽ ആരാണ് അഭ്യാഖ്യാതന്മാർ? അഭ്യാഖ്യാതൻ എന്ന് പറഞ്ഞാൽ നല്ലോണം കേട്ട ആൾക്കാർ എന്ന അർത്ഥം. പേര് കേട്ട ആൾക്കാർ. അപ്പോൾ പേര് കേട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? പ്രശസ്തന്മാർ അല്ല, അങ്ങനെയും പറയാം. അതുതന്നെയാണ് വാക്കിൻ്റെ അർത്ഥം. അതാണ് പ്രശസ്തന്മാരെന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞു തരും, ദോഷേണ സന്ദിഹ്യമാനാഹ ജനാഹ അഭ്യാഖ്യാതാഹ ഉച്യന്തേ. ദോഷത്താൽ സന്ദേഹിക്കപ്പെടുന്നവരാണ് അഭ്യാഖ്യാതന്മാർ. ഇപ്പോൾ ശ്രേഷ്ഠന്മാരായ പ്രശസ്തന്മാരായവരെ കുറിച്ച് സംശയമൊന്നും ഉണ്ടാവാനില്ല. അവരോട് എങ്ങനെ പെരുമാറണം എന്ന് ചോദിച്ചാൽ അവരോട് ആദരപൂർവ്വം പെരുമാറണം എന്നാ മറുപടി. ഇപ്പം സംശയം ഉണ്ടാവുക ആരെക്കുറിച്ചാ? ദോഷേണ സന്ദിഹ്യമാനാഹ, ദോഷമുള്ളവരാണെന്ന് സന്ദേഹിക്കപ്പെടുന്നവർ. അവർ ദോഷമുള്ളവരാണോ അല്ലയോ നമുക്കറിയില്ല. അവർ ചീത്ത ആൾക്കാരാണ്, മോശക്കാരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ വളരെ മോശമാട്ടോ, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ ചിലരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊരനുഭവമില്ല, നമുക്ക് നേരിട്ടറിയില്ല. അപ്പം അങ്ങനെയുള്ളവരിൽ എങ്ങനെ വ്യവഹാരം ചെയ്യണം? സംശയം വരാം. ഒന്നുകൂടെ എന്താ അഭിപ്രായം? വരാം. ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരിക കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. ഒരു 30 വർഷം മുമ്പായിരിക്കും. അവിടെ ആശ്രമത്തിൽ അന്നും ഇന്നും വരുന്നൊരു കുടുംബം. അന്നും അവർ വരാറുണ്ട്, ഇന്നും അവർ വരുന്നുണ്ട്. ഒരു പതിയും പത്നിയും അവർക്കൊരു മകനുമാണ്. ഇന്നവർക്ക് നല്ല വലിയ വീടൊക്കെ ഉണ്ട്, സൗകര്യമുള്ള വീടൊക്കെ ഉണ്ട്. അന്ന് അവർക്ക്
വീടൊന്നുമില്ല. അപ്പോൾ അവരെവിടെയാണ് താമസിക്കണമെന്ന് ചോദിച്ചാൽ മരം കൊണ്ട് ഇങ്ങനെ ചുമരടിച്ചിട്ടുള്ള ഒറ്റ മുറിയാണ്. ആ മുറിയാണ് കിടപ്പുമുറി, ആ മുറിയാണ് സ്വീകരണ മുറി, ആ മുറിയാണ് അടുക്കള, എല്ലാം അത് തന്നെയാണ്. അതും നല്ല ചുമരില്ല, ഇങ്ങനെ വിറകിന് വേണ്ടി കിട്ടുന്ന മരക്കഷ്ണങ്ങളിൽ വീതിയുള്ളത് വെച്ച് അടിച്ചുണ്ടാക്കിയൊരു വീടാണ്. അതിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് അടക്കമുണ്ട്. അങ്ങനത്തെ വീട്ടിലാണ്. ഒരിക്കലൊരു കാര്യപരിപാടിയായി ബന്ധപ്പെട്ട ആ നാട്ടിൽ പോയപ്പോൾ ഞാൻ അതിൽ താമസിച്ചിട്ടുണ്ട്. പറയാം അതിനെക്കുറിച്ച്. ഒരു പതി പത്നി, കൊച്ചു കുഞ്ഞാണ്. ഇന്നവൻ വലിയ ആളായി, അവൻ കല്യാണമൊക്കെ കഴിഞ്ഞു. അന്നവൻ കൊച്ചു കുഞ്ഞാണ്. അപ്പം ഈ പതിയുടെ സ്വഭാവം എന്താ വെച്ചാൽ, എവിടെ ഒരു ഇപ്പോൾ കാഷായ വസ്ത്രം കണ്ട ആരെ കണ്ടാലും വിളിച്ചു കൊണ്ടുപോകും വീട്ടിലേക്ക്. അതൊരു സ്വഭാവമാണ്. ഒരു ബഹുമാനം, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അത് അദ്ദേഹത്തിൻ്റെ ഒരു. അപ്പം ഇങ്ങനെ ഒരു കാവി മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരാൾ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അയാൾ സന്യാസിയൊന്നുമല്ല, വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്, ചവിട്ടി പുറത്താക്കിയതാണ്, അയാളുടെ പത്നിയും മക്കളും കൂടി. അങ്ങനെ പത്നിയും മക്കളും കൂടി പുറത്താക്കണമെങ്കിൽ പകുതി കുറ്റം അയാളെടുത്തുണ്ടാവാം, പകുതി കുറ്റം അവരെടുത്തുണ്ടാവാം, നമുക്കറിയില്ല. അയാളുടെ കയ്യിലിരിപ്പും ഒരു കാരണമായിരിക്കും, അവരുടെ കയ്യിലിരിപ്പും ഒരു കാരണമായിരിക്കും, നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിന് കാലിനൊരു മുറിയുണ്ട്. അപ്പോൾ ഈ മുറിവ് ഉണങ്ങണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി കിടന്ന് വിശ്രമിക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പതിക്ക് വലിയ കൃപ വന്നു. ഇയാളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിലാകെ ഒരു മുറിയാണുള്ളത്, മനസ്സിലാക്കണം. ഒരു 2 മുറിയുണ്ടെങ്കിലോ ഒരു അടുക്കളയും ഒരു മുറിയുണ്ടെങ്കിലോ ഒരു പ്രശ്നവും പത്നിക്കില്ല. ആകെ ഒരു മുറിയേ ഉള്ളൂ. അതാണ് അവരുടെ കിടപ്പുമുറി, അതാണ് അവരുടെ സ്വീകരണ മുറി, അതാണ് അവരുടെ അടുക്കള, എല്ലാം. അതിന് വാതിലുണ്ടോ? ഒറ്റ വാതിലുണ്ട്. ഇങ്ങനെ അത് വീണു, അജാതി ഒരു വാതിലുമാണ്. ചുമര ഒന്ന് തട്ടിയാൽ പൊളിയുന്ന ചുമര. അവിടെയാണ് താമസിക്കുന്നത്. ഇയാൾ ചെറുപ്പമാണ്. ഈ കഷായ വസ്ത്രം ധരിച്ച ആൾ പ്രായം കൊണ്ട് ചെറുപ്പമാണ്. അപ്പോൾ ഈ പത്നി പറഞ്ഞു, ഏട്ടാ അത് പാടില്ല, ഇയാൾ ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ എനിക്ക് അനുകൂലമല്ല. അപ്പോൾ പതി പറഞ്ഞു, 2 ആഴ്ചയല്ലേ, 2 ആഴ്ച അയാൾ വിശ്രമിച്ചാൽ ഈ രോഗമൊക്കെ മാറും. എന്നാൽ ഞാൻ ആശുപത്രിക്ക് പോവാം, ഞാനിവിടെ അല്ല, ഞാനിവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആളും കൂടി ആശുപത്രിയിൽ വന്നു. ലഹള മൂത്തപ്പോൾ 2 ആളും വലിയ പ്രശ്നമായി, ലഹളയായി. ലഹള പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, സ്വാഭാവികമായിട്ട് വീട്ടിലുണ്ടാവേണ്ടുന്നതായ ഒരു ലഹള, അത്രയേ ഉള്ളൂ. വീട് സന്തോഷമായിട്ട് പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടാക്കണം എന്നാണ്. പതിയും പത്നിയും ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടായാലേ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്താ അഭിപ്രായം? ശരിയോ തെറ്റോ? തെറ്റ്. ശരി. ഇടയ്ക്ക് കലഹം ആവശ്യമാണ്. ചിദാനന്ദ സ്വാമി പറഞ്ഞല്ല കേട്ടോ. തിരുവള്ളൂർ അവസാനം പറയണത് കലഹപ്രകരണമാണ്. ഒരു വീട് സന്തോഷമായിട്ട് പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കലഹം വേണം. കലഹം കഴിഞ്ഞ് ഒത്തുകൂടുമ്പോഴുള്ളൊരു സുഖം അതൊന്ന് വേറെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലേ കുടുംബം ഭദ്രമായിട്ട് പോകുള്ളൂ എന്നാണ്. അയച്ചിട്ട് പോയി എന്നാലും കലഹം ഉണ്ടാക്കണ്ട കേട്ടോ പോയിട്ട്, അത് വേറെ വിഷയം. അപ്പോൾ ഇവർ കലഹമായിട്ട് ആശ്രമത്തിൽ വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, സ്വാമി എപ്പോഴും സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും അങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ അല്ലേ പഠിപ്പിക്കാറ്. മാത്രമല്ല അതിഥി ദേവോഭവ എന്നൊക്കെ സ്വാമി പറയാറില്ലേ? ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നല്ല ഉദ്ദേശം വെച്ച് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് 2 ആഴ്ച താമസിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇവൾക്കത് ഇഷ്ടമല്ല. അവൾ എന്താ പിന്നെ ആശ്രമത്തിൽ വന്ന് പഠിക്കണത് എന്ന് അയാളുടെ ഭാഗ. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറയാനുള്ള പറഞ്ഞു, ഇനി ഇവർ പറയട്ടെ. അവർ പറഞ്ഞു, സ്വാമി ഒന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങൾക്ക് വീട് മര്യാദയ്ക്കുണ്ടോ? ഒറ്റ മുറിയല്ലേ ഉള്ളൂ. ആ മുറി തന്നെ എന്താണെന്ന് സ്വാമിക്ക് അറിയാമല്ലോ. അവിടെയാണോ ഈ പരിചയമില്ലാത്ത ഒരാളെയും കൊണ്ട് ഞാൻ നിൽക്കേണ്ടത്? രാവിലെ ആകുമ്പോൾ ഏട്ടൻ ജോലിക്ക് പോകും, പിന്നെ ഏട്ടൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുള്ളൂ. അതുവരെ ഞാൻ വേണോ ഇയാളുടെ കൂടെ നിൽക്കുക? എന്താ പറയണതിനൊരു അർത്ഥം വേണ്ടേ? ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു, അത് അയാൾക്ക് വിശ്രമിച്ചാലേ രോഗം മാറുള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ആശ്രമത്തിലൊരു സൗകര്യമില്ല. അന്ന് ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മുറിയും ഒരു ചെറിയൊരു ഒരു ഹോളും മാത്രമാണ് അക്കാലത്ത്. എങ്കിലൊരു ഹോൾ ഉണ്ടല്ലോ, അയാൾ ഇവിടെ വന്നോട്ടെ, നിങ്ങളെ വീട്ടിൽ താമസിപ്പിക്കേ വേണ്ട,
ഒരു കാരണവശാലും താമസിക്കരുത്. അപ്പോൾ സ്വാമി ഇവളെ ഭാഗമാണോ? അതെ, ഈ കാര്യത്തിൽ ഞാൻ അമ്മയുടെ ഭാഗമാണ്. അയാൾ ഇവിടെ താമസിച്ചോട്ടെ, അയാൾക്ക് എവിടെയെങ്കിലും 2 ആഴ്ച വിശ്രമിക്കണം എന്നല്ലേ ഉള്ളൂ. ആശ്രമത്തിൽ വിശ്രമിച്ചോട്ടെ, രോഗം മാറിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മുറിയും കൂടി ഉണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല, അവിടെ അയാളെ താമസിപ്പിക്കാം. അല്ലാതെ വയ്യ, വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ മുൻ പരിചയം ഉണ്ടാവണം, അതും ഇല്ല. അയാൾ ദോഷമൊന്നും ചെയ്യുന്ന ആളല്ല സ്വാമി. ആണോ അല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അഭ്യാഖ്യാതാഹ അതിൽ പറഞ്ഞു അയാൾ ദോഷം ചെയ്യുന്ന ആളല്ല എന്ന് ഏട്ടൻ പറയും. പക്ഷെ അയാൾ നോട്ടം കണ്ടാറ അയാൾ ദോഷമാണ് എന്ന് അവർ പറയണം. അതൊരു സ്ത്രീക്ക് അറിയില്ലേ? ഒരാളുടെ ശബ്ദം, ഒരാളുടെ സ്പർശം, ഒരാളുടെ നോട്ടം ഒക്കെ കണ്ടാൽ അത് ഗുണമാണോ ദോഷമാണോ എന്നൊരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അതൊരു പുരുഷന് മനസ്സിലാവില്ല. ശരിയല്ലേ പറഞ്ഞേ? അതെ. അതുകൊണ്ട് ദോഷേണ സന്ദിഹ്യമാനാഹ. ഒരാളെ നമ്മൾ തൊടുകാണിച്ചാൽ തൊടലിന് മനസ്സിലാവും, മറ്റേയാൾക്ക് മനസ്സിലാവും ദോഷമാണോ ഗുണമാണോ, മനസ്സിലാവും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരവധി വരും. നിരവധി വന്നില്ലെങ്കിലും വരാം. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ തെറ്റായ തീരുമാനമെടുത്താൽ അത് ദോഷമായിട്ട് വരും. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണം. ഒരിക്കലും ദോഷേണ സന്ദിഹ്യമാനഹ എന്നുള്ളത് കൊണ്ട് ഒരാളെ അകറ്റാൻ കാരണമാവരുത്, അടുപ്പിക്കുകയും ചെയ്യരുത്. അവരോടൊക്കെ ഇടപഴകേണ്ട ഒരു നിലപാടുണ്ട്. ആ നിലപാട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അല്പം പഴച്ചാൽ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് ഈ ഉപദേശം വളരെ പ്രധാനമാണ്. അഥാഭ്യാഖ്യാതേഷു ഏതത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ. അവിടെ ബ്രാഹ്മണന്മാരാണ് സമ്മർഷികൾ. ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞ അതേ വാക്കുകളാണ്. എങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ? യുക്താ അയുക്താഹ. യുക്തന്മാരും അപരപ്രവൃത്തന്മാരുമായ ബ്രാഹ്മണരാണ് സമ്മർഷികൾ. അലോക്ഷാധർമ്മകാമാസ്യുഹു. അരൂക്ഷന്മാരും ധർമ്മകാമന്മാരുമായിരിക്കണം. അങ്ങനെയുള്ളവർ യഥാതേ തേഷു വർത്തേരൻ. അങ്ങനെയുള്ളവരിൽ, തേഷു അവരിൽ, അരിൽ അഭ്യാഖ്യാതന്മാരിൽ അവരെങ്ങനെയാണോ വർത്തിക്കുക അങ്ങനെ നീയും വർത്തിച്ചോളൂ. തഥാ തത്ര തേഷു വർത്തേഥ. അപ്പം അവരെങ്ങനെയാണ് അവരിൽ വർത്തിക്കുക എന്ന് ഞാനറിയോ? അതൊരിക്കലും അവരെ കണ്ടു നീ ചെയ്യരുത്. ഒരു വിദ്വാൻ പ്രവർത്തിക്കുന്ന പോലെ മറ്റൊരാൾ പ്രവർത്തിക്കാൻ പാടില്ല. ഒരു സന്യാസി പ്രവർത്തിക്കുന്ന പോലെ ഗൃഹസ്ഥൻ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം നേരിട്ട് ചോദിക്കാം, ഞാൻ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു വ്യക്തിയോട് ബന്ധപ്പെടേണ്ടത് എന്ന് ചോദിക്കാം. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇതാണ് ഉപദേശം. വ്യക്തമാണല്ലോ? ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സവിശേഷമായും സാമാന്യമായും നമ്മൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാത്തിനെയും എണ്ണി എണ്ണി പറഞ്ഞു. ഇനി ഉപദേശം ഉപസംഹരിക്കുകയാണ്. ഏഷ ആദേശഃ ഏഷ ഉപദേശഃ. ഏഷ ആദേശഃ. ഇത് ആദേശമാണ്. ആദേശം എന്ന് പറഞ്ഞാൽ ആദേശത്തിന് ശരിക്കും മലയാളത്തിൽ കൽപ്പന എന്ന് പറയാം. കോടതിയുടെ കൽപ്പന, അല്ലെങ്കിൽ അമ്മയുടെ കൽപ്പന, അച്ഛൻ്റെ കൽപ്പന, ഗുരുനാഥൻ്റെ കൽപ്പന, അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലേ? അതിനാണ് ആദേശം എന്ന് പറയുക. ഏഷ ആദേശഃ. ഇത് കൽപ്പനയാണ്. വെച്ചാൽ ലംഘിക്കാൻ പാടില്ല, അനുസരിച്ചിരിക്കണം. ഞാനിപ്പോൾ ചെയ്ത ഉപദേശം ജീവിതത്തിൽ നീ അനുസരിച്ചിരിക്കണം. ഏതാണ്? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദഃ, ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സിഹി എന്ന് തുടങ്ങി ഇതുവരെ പറഞ്ഞത് ഈ ഉപദേശം ആദേശമാണ്, കൽപ്പനയാണ്. നിർബന്ധമായും നീ പാലിച്ചിരിക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുക? ചെയ്യാതിരിക്കാനാ തോന്നുക. നിയമം ലംഘിക്കാനാണ് നമുക്ക് പൊതുവെ
ഒരു തോന്നൽ വരിക. നിയമം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പൊതുവേ നമുക്ക് തോന്നാറില്ല. പലരും മോട്ടോർ സൈക്കിളിൽ പോണ കാണാറുണ്ട്. ഒന്നുകിൽ ഹെൽമെറ്റ് തൂക്കിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹെൽമെറ്റ് മുമ്പിൽ ചാരി വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാത്? ഹെൽമെറ്റ് സർക്കാരിന് വേണ്ടിയിട്ടാണ് സർക്കാർ പറയണത്. നമ്മുടെ തലയ്ക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ചിന്തിക്കുക. അങ്ങനെ 4 വീലർ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാം സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോണത്. എന്തിനത്? നിയമം പാലിച്ചെന്താ കുഴപ്പം? നമ്മുടെ ഒരു പൗരൻ്റെ ധർമ്മമാണ് നിയമം പാലിക്കുക എന്നുള്ളത്. പക്ഷേ ഒരാദേശം തെറ്റിക്കാനുള്ള വാസന മനുഷ്യ സഹജമാണ്. ഇത് വളരെ മുമ്പ് 1700കളുടെ ഒടുവിലാണ് ബ്രിട്ടനിൽ വലിയൊരു സിഗാർ കമ്പനി, ചുരുട്ട് കമ്പനി പരസ്യം കൊടുത്തിരുന്നു. വലിയൊരു ബോർഡ്. ആ ബോർഡ് പിടിച്ചിട്ട് ഒരാൾ നടക്കുകയാണ്, ബാക്കിൽ ഒരാൾ ബാൻഡ് അടിക്കുന്നുണ്ട്. ഈ ബോർഡിൽ എന്താ എഴുതിയത്? ഇതിൻ്റെ പിന്നിൽ എഴുതിയത് ആരും വായിക്കരുത് എന്നാണ്. പിന്നിൽ എന്താ എഴുതിയത്? ഈ ചുരുട്ട് എപ്പോഴും ഉപയോഗിക്കുക എന്നാണ്. അതിൻ്റെ മുമ്പിൽ എഴുതിയാൽ, ഇതിൻ്റെ പിന്നിൽ എഴുതിയത് വായിക്കരുത് എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ത്വര നമുക്ക് വരും. ഏതെങ്കിലും ഒരു രഹസ്യം, ഒരു വർത്തമാനം നാട്ടിൽ പരക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ആളോട് ഇത് പറഞ്ഞാൽ മതി, ഇത് രഹസ്യമാണ്, നിന്നോട് മാത്രം പറഞ്ഞതാണ് കേട്ടോ, നീ ആരോടും പറയരുതേ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അത് നല്ലോണം പരന്നോളൂ, ഉറപ്പ്. നേരെ മറിച്ച് നീ ഇപ്പോൾ ഇവിടുന്ന് കേട്ടതൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരാളും പൊതുവെ മറ്റാരോടും പറഞ്ഞു കൊടുക്കുക എന്നുള്ള അപകടമൊന്നും ചെയ്യാറില്ല. അത് മനുഷ്യ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് ഏഷ ആദേശ എന്ന് പറഞ്ഞാൽ ഉടനെ അത് തെറ്റിക്കാനുള്ളൊരു വാസന നമുക്കുണ്ടാവും. മനസ്സില്ല എന്താ? അപ്പം പറയാണ് ഏഷ ഉപദേശ. എടോ, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തന്ന ഉപദേശമാണത്. അപ്പം ഭാഷ തീരെ മാറി. അപ്പം ആദ്യം ആദേശ എന്ന് പറഞ്ഞു, പിന്നെ ഉപദേശ. നിന്നോടുള്ള സ്നേഹം കൊണ്ട്, നീ നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം ഉപദേശിച്ചതാണ് കേട്ടോ, വേണമെങ്കിൽ പാലിച്ചാൽ മതി. മറ്റേതല്ല, മറ്റോ നിർബന്ധമായി ചെയ്യണം. ഏഷ ആദേശ ഏഷ ഉപദേശ ഏതദനുശാസനം. ഇത് അനുശാസനമാണ്. അനുശാസനം എന്ന് പറഞ്ഞാൽ അമ്മ, അച്ഛൻ, ആചാര്യൻ അല്ലെങ്കിൽ ഭരണാധികാരി ഒക്കെ, കോടതി ഒക്കെ അനുശാസിക്കുന്നു, നിർബന്ധമായും പാലിച്ചിരിക്കണം. അപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞ ഉടനെ ഉപദേശമല്ലേ, വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ ഉടനെ പറയുകയാണ് ഇത് അനുശാസനമാണ്. ഏവമുപാസിതവ്യം. ഈ പ്രകാരം ഉപാസിക്കണം കേട്ടോ, ജീവിതത്തിൽ ഇപ്രകാരം ഉപാസിക്കണം. ഏവമുച ഏതദുപാസ്യം. ഇപ്രകാരം തന്നെ ഇത് ഉപാസിക്കപ്പെടേണ്ടതാകുന്നു. എന്നാൽ ജീവിതത്തിൽ എല്ലാ നന്മയും ഉണ്ടാവും. ഒരു അപകടത്തിൽ നമ്മൾ പോയി പെടില്ല. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറച്ചൊന്നുമല്ല അപകടത്തിൽ നമ്മുടെ സമൂഹം പെടുന്നത്, കുറച്ചൊന്നുമല്ല, വളരെ അപകടമാണ്. ഇന്നലെ തന്നെയാണ് ഒരു കുട്ടിയെയും കൊണ്ട് അച്ഛനും അമ്മയും വന്നു. ഒരു മോള്, ആ മോള് ഓടിപ്പോയിരിക്കുക വീട്ടിൽ നിന്ന്. അമ്മയും അറിയില്ല, അച്ഛനും അറിയില്ല. അവർ പോയി ആലപ്പുഴ പോയി, അവിടുന്ന് പോലീസ് പിടിച്ചു, വീട്ടുകാർ പോയി കൂട്ടിക്കൊണ്ടുവന്നു, നേരെ ആശുപത്രിക്ക് വന്നതാ. അപ്പം എവള് ഒരുത്തൻ്റെ കൂടെ പോയിരിക്കുക. എവനെ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല. അവനായിട്ട് മൂത്ത പ്രേമ 2 കൊല്ലമായിട്ട്, ഓൺലൈൻ പ്രേമാണ്, 2 കൊല്ലമായിട്ട്. അവനെ ആരെന്ന് പോലും അറിയില്ല. ആരെന്നറിയില്ല. ഞാൻ പറയും, മോളെ നിൻ്റെ മഹാഭാഗ്യത്തിനാണ് നീ തിരിച്ചു വന്നത്, മഹാഭാഗ്യത്തിനാണ്. കാരണം ഒരു 2 ദിവസം പോലും നമ്മളെ ശരീരം ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് മത്സ്യങ്ങൾ തിന്ന് തീരും. ഒരിക്കലും പൊങ്ങാത്ത മാതിരി കല്ല് കെട്ടിയിട്ടാണ് കായലിൽ താത്തുക. ആവശ്യം കഴിഞ്ഞാൽ, പെൺകുട്ടികളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞാൽ, അതൊരു 5-10 പേരുണ്ടാവും ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞാൽ
പിന്നെ വെയിറ്റ് കെട്ടി കായലിലേക്ക് അങ്ങ് ഇട്ടേക്ക് ചെയ്യാം. ആരാ കഴിക്കുക? മീനുകൾക്ക് സുഖം, സമൃദ്ധമായ ശാപ്പാട്. അസ്ഥിക്കൂട് ഒരിക്കലും പൊന്തൂല. വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. അതിനുള്ള ഏജൻസ് ഉണ്ട്, അതിനുള്ള ലോബിയുണ്ട്. എന്തൊരു ഭാഗ്യത്തിനാണ് എന്നെ തിരിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അത്രേ പറയാൻ പറ്റൂ. ഇന്ന് വരെ കാണാത്തൊരുത്തൻ്റെ കൂടെയാണ് പോയത്. ചിന്തിക്കുക. അപ്പം മൂത്ത പ്രേമാണ്. ഞാൻ വിചാരിച്ചവർ വലിയ അടുപ്പായിരിക്കും. നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ചാറ്റിങ്ങേ ഉള്ളൂ. ചിന്തിക്കുക. ഇങ്ങനെ എന്തിലെല്ലാം നമ്മളെ മക്കൾ പോയിപ്പെടുന്നു, എന്തിലെല്ലാം. മക്കളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീടിൻ്റെ സാഹചര്യം എന്താ? ഇന്ന് കുടുംബങ്ങളുണ്ടോ? എത്ര കുടുംബങ്ങളെന്നുണ്ട്? വലിയ വലിയ വീടുണ്ടാവും, അതിനുള്ളിൽ വ്യക്തികളുണ്ടാവും. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, വേറൊരു കുട്ടി, വേറൊരാൾ. അവരൊത്തുകൂടുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരൊന്നിച്ച് കിടക്കുന്നുണ്ട്, ഒന്നിച്ച് വർത്തമാനം പറയുന്നുണ്ട് എന്നല്ലാതെ കുടുംബം എന്നുള്ളത് ഇന്ന് എത്ര ഉണ്ട് നമ്മുടെ നാട്ടിൽ? ചിന്തിക്കേണ്ടതാണ്. കുടുംബധർമ്മങ്ങൾ പാലിക്കപ്പെടുന്ന എത്ര ഗൃഹങ്ങളുണ്ട്? പിന്നെ നമ്മൾ ഉയർന്ന വേദാന്തമൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? വളരെ ഗൗരവമായി ചിന്തിക്കുക. ഇനിയെങ്കിലും തിരുത്തിയാൽ ഇനിയെങ്കിലും നല്ലത്. അത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഏവം ഊച്ച ഏതത് ഉപാസ്യം, ഇത് ഇപ്രകാരം തന്നെ ഉപാസിക്കപ്പെടേണ്ടതാകുന്നു എന്നും പറഞ്ഞ് ഗുരുനാഥൻ ഉപദേശം ഉപസംഹരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വളരെ സൂക്ഷ്മമായ ഉയർന്ന വേദാന്ത തത്വങ്ങളൊന്നും അല്ല പഠിച്ചത്. മറിച്ച് നിത്യജീവിതത്തിൽ, അതും ഗൃഹസ്ഥ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നമ്മൾ വഴിതെറ്റാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊന്നും ചെയ്യരുത് എന്നുള്ള കുറേ ആശയങ്ങളാണ് പഠിച്ചത്. എന്തെങ്കിലും സംശയങ്ങൾ അവയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ഒന്നും കൂടി ഓർമ്മിച്ച് വെക്കൂ. വേദമനുച്യാചാര്യോ അന്തേ വാസിന മനുഷാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഃ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം ഭൂത്യൈന കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി ഏകേ യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി ഏകേ ചാസ്മശ്രേയാംസോ ബ്രാഹ്മണാഃ തേഷാം ദ്വയാസനേന പ്രശ്വസിതവ്യം ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ ദേയം ശ്രിയാ ദേയം ഹ്രിയാ ദേയം ഭിയാ ദേയം സംവിദാ ദേയം അഥ യദി തേ കർമ്മ വിചികിത്സാ വാ വൃത്തവിചികിത്സാ വാ സ്യാദ് ഏതത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ ആയുക്താഃ അലുക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേഥാഃ അഥാഭ്യാഖ്യാതേഷു ഏതത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ ആയുക്താഃ അലുക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേഥാഃ ഏഷ ആദേശഃ ഏഷ ഉപദേശഃ ഏഷാ വേദോപനിഷദ്
ഏതദനുശാസനം ഏവമുച ഏതതുപാസ്യം. ഇവിടെ ഒരു വാക്ക് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഏഷാ വേദോപനിഷത്ത് എന്നൊരു മന്ത്രമുണ്ട്. ഇത് വേദോപനിഷത്താണ്. ഉപനിഷത്ത് സൂക്ഷ്മമായ വേദാന്ത തത്വമാണ്. അഥവാ ഇതാണ് വേദത്തിലെ രഹസ്യം. ഉപനിഷത്ത് അതിൻ്റെ രഹസ്യം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം, മഹാവാക്യങ്ങൾ അല്ലെങ്കിൽ ആത്മബ്രഹ്മൈക്യമായിരിക്കുന്ന ഉപദേശങ്ങൾ അതൊക്കെ വേദാന്ത രഹസ്യമാണെന്ന് പറയാം. ഇതത്ര വലിയ രഹസ്യമൊന്നുമല്ല. ഇത് പ്രാഥമികമായിട്ടുള്ള ഉപദേശമല്ലേ? ഇത് വളരെ പ്രാഥമിക തലത്തിലുള്ളൊരു ധർമ്മോപദേശമാണല്ലോ. പിന്നെ എന്താ ഇതിനെക്കുറിച്ച് വേദോപനിഷത്തെന്ന് പറഞ്ഞത് എന്ന് ചോദ്യം. മറുപടി, ഇപ്രകാരം ധർമ്മത്തിനനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴേ നമുക്ക് വേദത്തിൻ്റെ സൂക്ഷ്മതത്വത്തെ മനസ്സിലാക്കാനുള്ള അവസ്ഥ ജീവിതത്തിലുണ്ടാവും. വലിയ വലിയ ആശയങ്ങളെ പ്രസംഗിച്ചത് കൊണ്ടൊരു പ്രയോജനമില്ല. നമ്മളെ ജീവിതം അതിനനുസൃതമായി നയിച്ചാൽ മാത്രമേ സൂക്ഷ്മ തത്വസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ധർമ്മോപദേശത്തെ വേദോപനിഷത്തെന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് ഉപദേശം. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ചോദിക്കേണ്ടതുണ്ടെങ്കിൽ, ഇനി ഇതുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എന്തോ എഴുതി തരുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോദ്യം എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുക. ചോദ്യം ഇതാണ്: ഇതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും നമ്മൾ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ, അവയിൽ രണ്ടിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ തൈത്തിരീയ ഉപനിഷത്തോ തൈത്തിരീയ ഉപനിഷത്തിലെ ഒരു വല്ലിയോ മുഴുവനായി പഠിച്ചിട്ടില്ല. അനേക വല്ലികളുള്ള, അനേകം അനുവാകങ്ങളുള്ള ഒന്നാം വല്ലിയിൽ നിന്ന് 11ാമത്തെ അനുവാകം മാത്രം അടർത്തിയെടുത്ത് പഠിക്കുക ചെയ്തത്. വേദമനുച്യാചാര്യ എന്ന് തുടങ്ങുന്ന 11ാം അനുവാകം മാത്രം അടർത്തിയെടുക്കുക ചെയ്തത്. പൂർണ്ണമായി പഠിച്ചിട്ടില്ല. പൂർണ്ണമായി പഠിക്കുമ്പോൾ നമ്മൾ തൈത്തിരീയോപനിഷത്ത് മുഴുവൻ പഠിക്കണം. തൈത്തിരീയോപനിഷത്ത് കൃഷ്ണ യജുർവേദീയമാണ്. കൃഷ്ണ യജുർവേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തൈത്തിരീയ ശാഖയിലെ ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. ഇത് വളരെ പ്രധാനമാണ്. ഇതിന് ഭാഷ്യകാരൻ വളരെ വിശദമായി ഭാഷ്യം തന്ന് അനുഗ്രഹിച്ചു. ആ ഭാഷ്യത്തിൻ്റെ താത്പര്യത്തെ പ്രത്യേകമായി സുരേശ്വരാചാര്യസ്വാമികൾ വാർത്തികമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ ഉത്കൃഷ്ടമാണ് തൈത്തിരീയോപനിഷത്ത്. അപ്പം കൃഷ്ണ യജുർവേദത്തിൽപ്പെട്ട എല്ലാ ഉപനിഷത്തുക്കൾക്കും ശാന്തി മന്ത്രം ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി 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 എന്നുള്ളതാണ്. അതാണ് കൃഷ്ണ യജുർവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കളുടെയും ശാന്തി മന്ത്രം. 50ലേറെ ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. കൃഷ്ണ യജുർവേദീയങ്ങൾ 50ലേറെ നമുക്ക് കിട്ടിയിട്ടില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അവയുടെയൊക്കെ ശാന്തി മന്ത്രം ഓം സഹനാവവതു ആണ്. എന്നാൽ അപ്പോൾ തൈത്തിരീയോപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം എന്താ? ഒരു സംശയമില്ല, സഹനാവവതു സഹനൗ ഭുനക്തു എന്നുള്ളതാണ്. അപ്പോൾ പഴയ ഒരു സമ്പ്രദായമാണ്, പണ്ട് അനുവർത്തിച്ചു വരുന്നതാണ്. ഉപനിഷത്ത് പഠനത്തിൽ ആരംഭത്തിലും അവസാനത്തിലും ശാന്തി മന്ത്രം ചൊല്ലണം എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ആചരണങ്ങൾ നമ്മളും പാലിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം സമ്പ്രദായങ്ങൾ മുന്നോട്ട് വെച്ച ആചരണങ്ങളെ ഓരോ തലമുറയും ചെയ്യുന്നതിലൂടെയാണ്
ഈ ആചാരാനുഷ്ഠാനങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ നിലനിൽക്കുന്നത്. അതിൽ തെറ്റ് വരുത്താൻ പാടില്ല. അപ്പോൾ ഓരോ തലമുറയിൽപ്പെട്ടവരും അത്തരം ആചരണ വിഷയങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ വിഷയം ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഈ ഗുരുനാഥനെ പോയി നമസ്കരിക്കുന്നതായ വിഷയം വന്നപ്പോൾ പറയുന്നുണ്ട്. അസ്മദാദിഷു അപി ഉപസദന വിധേഹേ ഇഷ്ടത്വാത് എന്ന് പറയുന്നിടത്ത് മധ്യദീപിക ന്യായേന എന്ന് പറയും. മധ്യദീപിക ന്യായേന അസ്മദാദിഷു അപി ഉപസദന വിധേഹേ ഇഷ്ടത്വാത്. മധ്യദീപിക ന്യായം കൊണ്ട് ഉപസദന വിധി നമ്മളെപ്പോലുള്ളവർക്കും ഇഷ്ടമായതുകൊണ്ട് എന്ന്. എന്താ അർത്ഥം? മധ്യദീപിക ന്യായം എന്ത് ന്യായ? ഇപ്പം നമ്മൾ ഇത് രാത്രി സമയമാണെന്ന് വിചാരിച്ചോളൂ, മൊത്തം ഇരുട്ടാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ ഇവിടെ ഒരു വിളക്ക് വെച്ചു. ആ വിളക്ക് നല്ല വിളക്കാണെങ്കിൽ ഈ മുറി മുഴുവൻ വെളിച്ചം ഉണ്ടാവും. ശരി, ഒരു വിളക്ക് നമ്മൾ പുറത്ത് കൊണ്ടുവച്ചു എങ്കിൽ പുറം മുഴുവൻ വെളിച്ചം ഉണ്ടാവും, അകം വെളിച്ചം ഉണ്ടാവില്ല. അകത്ത് വെച്ച വിളക്ക് കൊണ്ട് പുറത്തും വെളിച്ചം ഉണ്ടാവില്ല എന്ന് നമ്മൾ ആ വരാന്തയിൽ അവിടെ വെച്ചു, അല്ലെങ്കിൽ പടിയുമ്മൽ അവിടെ വെച്ചു. അപ്പോഴോ പടിയുമ്മൽ വെച്ചപ്പോൾ അകത്തും കുറച്ച് വെളിച്ചമുണ്ട്, പുറത്തും കുറച്ച് വെളിച്ചമുണ്ട്. ഇതാണ് മധ്യദീപിക ന്യായം. ഇതുപോലെ നമ്മൾ പൂർവികന്മാർ ചെയ്ത ആചരണം അതിന് മുമ്പുള്ളവർ ചെയ്തിരുന്നു എന്ന് കാണിക്കാനും അതിന് ശേഷമുള്ളവർ ചെയ്യണം എന്ന് കാണിക്കാനുമാണ്. അപ്പോൾ ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കരിക്കുക, സേവ ചെയ്യുക, ബഹുമാനപൂർവ്വം സംശയം ചോദിക്കുക എന്നുള്ളത് പണ്ടുള്ളവർ ചെയ്തതാണ്, ഇനിയുള്ളവർ ചെയ്യുകയും വേണം എന്ന് പറയും. അതുപോലെ പഠനത്തിൻ്റെ ആരംഭത്തിലും ഒടുവിലും ശാന്തിമന്ത്രം തുടങ്ങിയവ ചെയ്യുക എന്നുള്ളത് അനുഷ്ഠേയമാണ്. അത് സമ്പ്രദായമാണ്. അത്തരം സമ്പ്രദായങ്ങൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. പലപ്പോഴും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ധർമ്മമൂല്യങ്ങളെയും ആശയങ്ങളെയും നിലനിർത്തി അടുത്ത തലമുറയിലേക്ക് പകരുന്നത്, ഇല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മളൊരു സ്ഥലത്ത് കാലിൻ്റെ മുകളിൽ കാലും വെച്ചിരിക്കുക, അപ്പോഴാണ് അച്ഛൻ വരണത് അല്ലെങ്കിൽ അമ്മ വരണത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഉടനെ എഴുന്നേൽക്കും. മുണ്ട് മടക്കി കെട്ടിയതൊക്കെ ഒന്ന് അഴിച്ചിട്ട്, എന്താ അത്? സ്വാമി ബഹുമാനമാണ്, എഴുന്നേൽക്കാന്ന് എടുത്താൽ ബഹുമാനം? എന്നിട്ട് ബഹുമാനമായോ? ഇല്ല. എന്നാൽ അത്തരം ആചരണങ്ങൾ തലമുറകൾ ചെയ്തതുകൊണ്ടാണ് ആ മൂല്യം പകർന്നു നൽകപ്പെടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആചരണങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും ബാഹ്യമായ ക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതൊരു ഭാവത്തെ സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ശാന്തി മന്ത്രമൊക്കെ ചെയ്യണം. അപ്പോൾ ഏതാണ് തൈത്തിരീയോപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് കൃഷ്ണയജുർവേദീയമായതുകൊണ്ട് സഹനാവവതു സഹനോ ഭുനക്തു എന്നുള്ളതാണ് ശാന്തി മന്ത്രം. എന്നാൽ തൈത്തിരീയോപനിഷത്തിൻ്റെ ഒന്നാം വല്ലി, അതായത് ശിക്ഷാവല്ലി, ആ ശിക്ഷാവല്ലിക്ക് മാത്രമായിട്ട് ഒരു ശാന്തി മന്ത്രമുണ്ട്. അത് രണ്ടാം വല്ലിക്കോ മൂന്നാം വല്ലിക്കോ ഇല്ല. അത് ഒന്നാം വല്ലിക്ക് മാത്രമായിട്ടുള്ള ശാന്തി മന്ത്രമാണ്. അത് ശന്നോ മിത്രശം വരുണഃ ശന്നോ ഭവത്വര്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്ഭക്താരമവതോ അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ്. ഇതിനും വിശേഷമുണ്ട്. എന്താ ഇതിൻ്റെ വിശേഷം? ഇത് ആരംഭത്തിൽ ചൊല്ലിയതാണ് ഇപ്പോൾ ചൊല്ലിയത്. അവസാനത്ത് ചൊല്ലുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ ചെറിയ വ്യത്യാസം? ഓം ശന്നോ മിത്രശം വരുണഃ
शन्नो भवत्वर्यमा शन्न इन्द्रो बृहस्पतिः शन्नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्मावादिशं हृदमवादिशं सत्यमवादिशं तन्मामावीद् तद्वक्तारमावीद् आवीन्माम् ആവീദ്വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതെന്താ മാറ്റമുണ്ട് അവിടെ. ഞാൻ പറയുന്നു എന്നെ രക്ഷിക്കണമേ, ഗുരുനാഥനെ രക്ഷിക്കണമേ എന്നീ പ്രാർത്ഥനകളെ അവസാനം ചൊല്ലുന്നത് ഞാൻ പറഞ്ഞു, എന്നെ രക്ഷിച്ചു, ഗുരുനാഥനെ രക്ഷിച്ചു എന്നാണ്. ആദ്യം രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആദ്യം ചൊല്ലിയത്, രക്ഷിച്ചു എന്നുള്ളതാണ് അവസാനം ചൊല്ലുന്നത്. എന്താ വ്യത്യാസം? പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്നെയും രക്ഷിക്കണേ ഗുരുനാഥനെയും രക്ഷിക്കണേ എന്ന് പറയുകയാണ് ഇല്ലേ? ഒരു പഠനം തുടങ്ങുമ്പോൾ എന്നെ രക്ഷിക്കണം. ഒരു തലവേദന വന്നാൽ പഠിത്തം മുടങ്ങിയില്ലേ? ഒരു പല്ലുവേദന വന്നാൽ പഠിത്തം മുടങ്ങിയില്ലേ? ഒരു മൂക്കുവേദന വന്നാൽ പഠിത്തം മുടങ്ങിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പഠിക്കുന്നത് വേദാന്തമൊക്കെ തന്നെയാണ്. പക്ഷേ ശരീരത്തിന് തീരെ വയ്യാതായാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പറയുകയാണ് എന്നെ രക്ഷിക്കണേ. അതുപോലെ ഗുരുനാഥന് വല്ല രോഗവും വന്നാൽ, തൊണ്ടയൊന്ന് ചെറിയൊരു ഒരു പ്രശ്നം വന്നാൽ മതി, പറയാൻ സംസാരിക്കാൻ പറ്റില്ല അല്ലേ? തൊണ്ടയ്ക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ വായയ്ക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഗുരുനാഥന് വയ്യ, ഇരിക്കാൻ വയ്യ, അപ്പോഴൊക്കെ പഠിക്കണത് മുടങ്ങും. അതുകൊണ്ട് പറയണം ഗുരുനാഥനെ രക്ഷിക്കണേ. ഇതിപ്പോൾ പഠനം പൂർത്തിയാക്കി, അപ്പോൾ ഒരു കൃതജ്ഞത പറയുകയാണ്. എന്താണ്? ഓ, ബ്രഹ്മവിദ്യയോട് പറയുക, നീ എന്നെ രക്ഷിച്ചല്ലോ, സന്തോഷമായിട്ടോ, പഠിത്തം പൂർത്തിയായി, നീ ഗുരുനാഥനെ രക്ഷിച്ചല്ലോ, സന്തോഷമായി, കൃതാർത്ഥതയായി എന്ന്. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ രക്ഷിക്കണമേ, രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ രക്ഷിച്ചു. ഇന്ന് കഴിഞ്ഞല്ലോ, ഇന്ന് പഠിച്ചുല്ലോ, ഇനിയിപ്പോൾ നാളെ പഠിക്കുമ്പോൾ നോക്കാം, രക്ഷിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കും. ഈ പഠിക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം വരാമല്ലോ ഇല്ലേ? അതെ, നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഒത്ത് പ്രവർത്തിക്കുമ്പോഴല്ലേ പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കാൻ പറ്റുക? ഇപ്പോൾ ശക്തമായ ഏതെങ്കിലും ദേഹത്തൊരു ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ സ്വസ്ഥമായി ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആരംഭത്തിലും അവസാനത്തിലും ഈ ശാന്തി മന്ത്രത്തിൽ വ്യത്യാസമുള്ളത്. ഇതാണ് അതിനുള്ള മറുപടി. കാലടി ശങ്കരാചാര്യർ അല്ല, കാലടി ശങ്കരാചാര്യർ ശങ്കര പരമ്പരയിലെ ഒരു സന്യാസിയാണ്. ഇവിടെ വിഷയമാണത്. സഖ്യാനന്ദ സ്വാമികൾ വളരെ പഠനം നടത്തി, വളരെ ഗവേഷണങ്ങൾ നടത്തി. ശങ്കരാചാര്യസ്വാമികൾ പ്രധാനമായി 3 ഉണ്ട് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന്, ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രസ്ഥാനത്രയ ഭാഷ്യത്തിന് ഭാഷ്യമെഴുതിയ ശങ്കരാചാര്യർ. പിന്നീട് ആ സമ്പ്രദായത്തിൽ ലോപങ്ങളും ദോഷങ്ങളുമൊക്കെ വന്നപ്പോൾ, അഥവാ അതിൻ്റെ തീവ്രതയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന ഒരു അഭിനവ ശങ്കരാചാര്യർ. ഇതിൽ രണ്ടാമത് പറഞ്ഞ ആളാണ് കാലടി നിവാസിയായ ശങ്കരാചാര്യർ. ഭഗവാൻ ഭാഷ്യകാരൻ കാലടിയിൽ ജനിച്ച ആളല്ല എന്നുള്ളതാണ്. വിരോധമില്ല, പക്ഷേ നമുക്കറിയില്ല എന്ന് പറയുന്നതാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത്. കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ചതെന്നുള്ളത് പണ്ടേ പ്രസിദ്ധമാണ്. പക്ഷേ ആ കാലടി എവിടെയായിരുന്നു, എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിദ്വാൻമാർക്കിടയ്ക്ക് ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം കാലടി എന്നുള്ള പേരിൽ പല സ്ഥലത്തും പ്രദേശമുണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ ഇടയ്ക്ക്
മലയാളികളുടെ ഇടയ്ക്ക് പൂർണ്ണ നദിയുടെ പെരിയാറിൻ്റെ തീരത്തുള്ള കാലടി എന്ന് തന്നെ ഒരു വിശ്വാസം പണ്ട് പണ്ടേ പോരുന്നുണ്ടെങ്കിലും വിദ്വാൻമാർക്കിടയ്ക്ക് ഈ വിഷയത്തിൽ ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ, അതായത് 1900കളുടെ ആരംഭത്തിൽ ഈ ശങ്കര ദിഗ്വിജയങ്ങളിൽ പറയുന്ന കാലടി പെരിയാറിൻ്റെ തീരത്തുള്ള കാലടി തന്നെയാണ് എന്ന വിഷയത്തിൽ സാമാന്യമായി വിദ്വാൻമാർക്കിടയ്ക്കൊരു നിർണയം ഉണ്ടായി. ആ നിർണയത്തിലേക്ക് നയിച്ചത് ആ കാലത്ത് ശൃംഗേരി മഠാധിപതി ആയിരുന്ന മഹാസന്നിധാനം, അവരുടെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, വിദ്യാതീർത്ഥ എന്നുള്ളതൊന്നുണ്ട് ഇതിനോടൊന്നിച്ചു. ഭാരതീയ വിദ്യാതീർത്ഥയാണോ വിദ്യാതീർത്ഥ ഭാരതിയാണോ എന്താണെന്ന് ഓർമ്മയില്ല. ഏതായാലും ആ ശൃംഗേരി മഹാസന്നിധാനവും കാഞ്ചി കാമകോടി പെരിയവരും ഏകാഭിപ്രായം മുന്നോട്ട് വെച്ചു. അത് പെരിയാറിൻ്റെ തീരത്തുള്ള കാലടി തന്നെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലം. അതിനുശേഷം നമ്മളതൊരു തർക്കത്തിലേക്ക് ആരും കൊണ്ടുപോകാറില്ല. അത്രേ പറയാൻ പറ്റൂ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശങ്കരാചാര്യന്മാർ അനേകമുണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു മഠം, അവിടെ ഒരു 70 ശങ്കരാചാര്യരെ കൂട്ടിയാൽ ഇതിനകം ഒരു 280 ശങ്കരാചാര്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ വിദ്വാൻമാരാണ്, വലിയ പണ്ഡിതന്മാരാണ്, ഉപാസകന്മാരാണ്. ശാസ്ത്രത്തിൻ്റെ വലിയ മർമ്മമറിഞ്ഞ വിദ്വാൻമാർ ആ കൂട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. എന്തിന് ശൃംഗേരി മഠത്തിൽ തന്നെയാണല്ലോ ശങ്കരാനന്ദ സ്വാമികളും വിദ്യാരണ്യ സ്വാമികളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ എല്ലാ മഠങ്ങളിലും വലിയ വിദ്വാൻമാരുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ ഒതുങ്ങി പ്രവർത്തിച്ച ഒരു ശങ്കരാചാര്യരുണ്ടായിരുന്നു. കേരളത്തിൽ ഒതുങ്ങി പ്രവർത്തിച്ച ഒരു ശങ്കര സങ്കല്പം നമുക്കുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ സമാധിയായിട്ടുള്ള യാതൊരു ഗുരുനാഥൻ്റെ 4 ശിഷ്യന്മാർ 4 മഠങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാക്കി. തെക്കേ മഠവും വടക്കേ മഠവും ബ്രഹ്മസവും ഒക്കെ നടുവിലും ഒരേ സ്ഥലത്ത് ഉണ്ടാക്കി. അപ്പോൾ കേരളത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു ശങ്കരാചാര്യ സങ്കല്പം നമുക്കുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ ഒരു ശങ്കര സങ്കല്പം. ഇതിപ്പോൾ സംശയരഹിതമായിട്ട് ആർക്കും പറയാൻ വയ്യ, തർക്ക വിഷയങ്ങളാണ്. ഇപ്പം നമുക്ക് എന്തേ പറയാനുള്ളൂ വെച്ചാൽ, നമ്മളൊരു ശങ്കരാചാര്യരെ കാണുന്നുണ്ട്. എവിടെ കാണുന്നുണ്ട്? ശങ്കരഭാഷ്യങ്ങളിലൂടെ, പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളിലൂടെ. 10 ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം വിരചിച്ച ശങ്കരാചാര്യസ്വാമികളെ നമ്മൾ കാണുന്നുണ്ട്. പ്ലസ് പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയ ശങ്കരാചാര്യർ. അതിൻ്റെ കൂടെ അനേക സ്തോത്രങ്ങൾ എഴുതിയ ശങ്കരാചാര്യർ. ഈ ശങ്കരാചാര്യരെ നമുക്കറിയാം. ആ ശങ്കരാചാര്യർ അങ്ങനെയാണ് മാനിക്കുക. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും തർക്കത്തിലേക്ക് പോയിട്ട് നിർണയത്തിലെത്താൻ പറ്റില്ല. തർക്കോപ്രതിഷ്ഠ, തർക്കത്തിന് പ്രതിഷ്ഠയില്ല. പിന്നെ ശ്രുതയോ വിഭിന്ന എന്നുള്ളത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ശ്രുതി വിഷയമല്ല ഇത്. നൈകോഋഷിതസ്യ വചപ്രമാണം, ഒരാചാര്യൻ്റെ വാക്ക് മാത്രം പ്രമാണമാകുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഭാഷ്യങ്ങളിലൂടെ നമ്മൾ കാണുന്ന ശങ്കരാചാര്യരെ ആദരപൂർവ്വം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നൊരഭിപ്രായം. മറ്റേ നമുക്ക് അറിയില്ല. വിദ്വാൻമാർക്ക് തന്നെ പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ കൃതികൾ എന്ന് പറയപ്പെടുന്ന പലതും ശങ്കരകൃതികളല്ല എന്നൊക്കെ വിദ്വാൻമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശരി, ഈ കൃതികളിലൂടെ നമ്മൾ കാണുന്ന ഒരു ശങ്കരാചാര്യരുണ്ടല്ലോ, ഇല്ലേ? അവിടെ നമുക്ക് ബഹുമാനിക്കാമല്ലോ, അവിടെ ആദരിക്കാമല്ലോ. അല്ലാതെ നമ്മൾ ആരെങ്കിലും ശങ്കരാചാര്യരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല സ്വാമി, ശങ്കരാചാര്യ ചിത്രമൊക്കെ കാണില്ലേ? അതൊക്കെ പിൽക്കാലത്തുള്ള ചിത്രങ്ങളല്ലേ. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞൊരു ശങ്കരാചാര്യരുടെ ചിത്രമുണ്ട്. അതെപ്പോൾ ഉണ്ടായതാ?
ഈ അടുത്തുണ്ടായതാണ് രാജാരവിവർമ്മ വരച്ചതാ. ഇപ്പം നമ്മളെ മനസ്സ് പതിഞ്ഞൊരു ലക്ഷ്മിയുണ്ട്, രാജാരവിവർമ്മ വരച്ചതാ. ഇപ്പം നമ്മളെ മനസ്സ് പതിഞ്ഞൊരു സരസ്വതി ഉണ്ട്, രാജാരവിവർമ്മ വരച്ചതാ. രാജാരവിവർമ്മയാണ് പല ദൈവങ്ങൾക്കും രൂപം കൊടുത്തത്. ശരിയല്ലേ? ആരെങ്കിലും അഭിപ്രായ വ്യത്യാസമായി പറയാട്ടോ. സരസ്വതിക്ക് ലക്ഷ്മിക്കൊക്കെ രൂപം കൊടുത്തത് പൂനെയിലുള്ളൊരു സുന്ദരിയെ മോഡലാക്കി നിർത്തിയിട്ടാണ്. മഹാരാഷ്ട്രക്കാരിയായ പൂനെയിലുള്ള ഒരു സുന്ദരിയെ പിടിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് കാലിങ്ങനെ വയ്ക്കാൻ പറഞ്ഞു, കാലങ്ങനെ വെച്ചു. എന്നിട്ട് അത് നോക്കിയിട്ടാണ് സരസ്വതിനെ ഡിസൈൻ ചെയ്തത്. അതുപോലെ ലക്ഷ്മിയും അങ്ങനെയൊക്കെ നിൽക്കാൻ പറഞ്ഞു, അതൊക്കെ നിന്നു, അത് ലക്ഷ്മീനെ വരച്ചു. ശങ്കരാചാര്യൻ്റെ പ്രസിദ്ധമായ രൂപം അതാണ്. അതുകൊണ്ട് നമ്മൾ രൂപത്തിൽ കുടുങ്ങിപ്പോയിക്കൂടാ. ഈ രൂപത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകാത്ത നല്ലത്. കാരണം ഇപ്പം വിഷ്ണുവിനൊരു ധ്യാനമുണ്ട്. ആ വിഷ്ണുവിൻ്റെ ധ്യാനത്തിനനുസരിച്ചാണ് നമ്മൾ വിഷ്ണുവിൻ്റെ ചിത്രം വരയ്ക്കുക, അല്ലേ? അല്ലാത്തൊരു ചിത്രം, അല്ലാത്തൊരു ശില്പം ഒരാൾ തയ്യാറാക്കിയാൽ നമ്മളത് വിഷ്ണുവായിട്ട് സ്വീകരിക്കുമോ? എന്താ അഭിപ്രായം? ഇല്ല. ഇത് ഞാൻ വിഷ്ണുവിനെ വരച്ചതാണ്, ശരി, ഇത് നിൻ്റെ വിഷ്ണു ആയിരിക്കും, ഇത് ലോകത്തിൻ്റെ വിഷ്ണു അല്ല. ലോകത്തിൻ്റെ വിഷ്ണു ആണെങ്കിൽ എന്ത് വേണം? ശംഖ, ചക്ര, ഗദ, പത്മധാരിയായിരിക്കണം. അല്ലെങ്കിൽ നീ തോന്നിയണം വരച്ചാൽ സ്വീകരിക്കില്ല. അപ്പോൾ ശംഖചക്ര ഗദാപത്മങ്ങളുള്ള രൂപമാണ് വൈഷ്ണവ രൂപമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. തേനൈവ രൂപേണ ചതുർഭുജേന. എന്നാൽ അപ്രകാരം ഒരു ധ്യാനമൊന്നും ശങ്കരാചാര്യർക്കില്ല. അപ്പോൾ ചിത്രകാരന്മാർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ പലതിനാൽ പ്രഭാവിതരാകും. ഉദാഹരണം പറയാം, വലിയ തർക്ക വിഷയമാണ്. നമ്മൾ തർക്കത്തിലേക്കൊന്നും പോകണ്ടേ, വലിയ തർക്ക വിഷയമാണ്. അടിയുടെ വിഷയമാണ്. പക്ഷെ നമ്മളതിലേക്കൊന്നും പോകണ്ട. എന്താ അത്? ആദിശങ്കരാചാര്യർ, ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് നമ്മൾ പറയുന്ന ശങ്കരാചാര്യ സ്വാമികൾക്ക് ദണ്ടുണ്ടാവുമോ ഇല്ലയോ? ഇതാണ് വിഷയം. വലിയ വിഷയമാണ്. അപ്പം നമ്മൾ ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്മാർ നമ്മളെ പിടിച്ച് ദണ്ടുകൊണ്ടടിക്കും. അംഗീകരിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യർക്ക് ദണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ട്, എന്നാൽ ദണ്ടുണ്ടാവുമോ എന്ന് ചോദ്യം. എന്നാൽ സ്വാമിയുടെ അഭിപ്രായം പറയൂ. എൻ്റെ അഭിപ്രായം ദണ്ടുണ്ടാവില്ല എന്നാണ്. ഒരു കാരണവശാലും ദണ്ടുണ്ടാവില്ല. അപ്പോൾ ശങ്കരാചാര്യന്മാർക്കുണ്ടല്ലോ, അതുണ്ടാവും. മഠാധിപതിയുടെ ചിഹ്നമാണ്. ശങ്കരാചാര്യർ മഠാധിപതി ആയിട്ടില്ല. മഠം സ്ഥാപിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുക ചെയ്തത്. ഗുരുനാഥൻ മഠാധിപതി ആയിട്ടില്ല. പോയിന്റ് 1. പോയിന്റ് 2, പരമഹംസ സന്യാസ ദീക്ഷാ സമയത്ത് ദണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. അതുവരെയുള്ള സന്യാസ ദീക്ഷകളിലൊന്നും ദണ്ട് ഉപേക്ഷിക്കില്ല, ദണ്ട് കൂടെ വയ്ക്കും. ആ ദണ്ട് 1 മുള, 2 മുള ചേർത്തത്, 3, അങ്ങനെയൊക്കെ ഉണ്ട്, കണക്കുണ്ട്. അതിൻ്റെ മുഴത്തിന് കണക്കുണ്ട്, ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകണില്ല. പരമഹംസ സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ദണ്ട് നമ്മൾ ഉപേക്ഷിക്കാൻ മന്ത്രമൊക്കെ ഉണ്ട്. അത് ഉപേക്ഷിക്കുന്ന മന്ത്രം ഉണ്ടോ എന്നിപ്പോൾ ചൊല്ലുന്നില്ല. നിങ്ങളാരും സന്യാസം സ്വീകരിക്കാൻ പോകല്ലോ ഇപ്പോൾ. അപ്പോൾ ശങ്കരാചാര്യർ സ്വയം പരമഹംസ ദീക്ഷ സ്വീകരിച്ചിട്ടില്ല എന്നാണോ? ചോദ്യം 2. മൂന്നാമത്തെ പ്രശ്നം, ഞാൻ പൂർവാശ്രമത്തിൽ സന്യാസത്തിന് മുമ്പ് ബ്രാഹ്മണനായിരുന്നു.
എന്ന അഭിമാനം ശങ്കരാചാര്യർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വരുമോ? അങ്ങനെയാണെങ്കിൽ ദണ്ട് പിടിക്കാം. ആ ദണ്ടിനെ സാക്ഷിയാക്കിയിട്ട് പൂജയൊക്കെ ചെയ്യും. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ സ്വാമി ചിത്രങ്ങളിലൊക്കെ ദണ്ടുണ്ടല്ലോ, അത് സർവസമ്മതമായിട്ടുള്ളത് ദണ്ടുള്ള രൂപമാണ്. അതുകൊണ്ട് അതെങ്ങനെ വന്നു? വിദ്യാരണ്യസ്വാമി കൃതമായ ശങ്കര ദിഗ്വിജയമാണ് ശങ്കരാചാര്യരുടെ ജീവചരിത്രങ്ങളിൽ ആദ്യം ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പലരും ശങ്കര ദിഗ്വിജയങ്ങൾ എഴുതി. പലരും. എങ്കിലും ആദ്യത്തെ ശങ്കര ദിഗ്വിജയം, പ്രാമാണികമായ ശങ്കര ദിഗ്വിജയം വിദ്യാരണ്യസ്വാമികളുടേതാണ്. വിദ്യാരണ്യസ്വാമികളുടെ കാലം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാ, എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാ. വിജയനഗര സാമ്രാജ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുക, അതാണല്ലോ വിദ്യാരണ്യസ്വാമിയുടെ കാലം. അപ്പോൾ ആ കാലമാകുമ്പോഴത്തേക്കും മഠാധിപതിമാരെ കണ്ട് എല്ലാവരുടെ മനസ്സിലും എന്തായി? ശങ്കരാചാര്യനാണെന്ന് വെച്ചാൽ ദണ്ടുണ്ടാവും എന്നുള്ളൊരു സങ്കല്പം ഉറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് ന്യായങ്ങളാണ്. ഇതിനൊക്കെ ഉത്തരങ്ങൾ വേണം. അപ്പോൾ ദണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തിപരമായ അഭിപ്രായം. ഇത് കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല. ഈ അഭിപ്രായത്തിന് ഒരുപാട് സമ്മതിയുണ്ട്. ദണ്ടുണ്ടാവും എന്നുള്ള അഭിപ്രായത്തിനും ഒരുപാട് സമ്മതിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തല്ല് കൂടാൻ പോകണ്ട. ദണ്ട് വേണ്ടവർ വച്ചോട്ടെ, ദണ്ട് വെക്കണ്ടാത്തവർ വെക്കണ്ട, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശങ്കരാചാര്യ എന്ന സങ്കല്പത്തിൽ നമ്മളവിടെ വരയ്ക്കണ ചിത്രങ്ങൾക്കോ വയ്ക്കണ ചിത്രങ്ങൾക്കോ ഒന്നും ദണ്ടുണ്ടാവില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. മറ്റേതൊക്കെ ദണ്ടുണ്ടാവും. എല്ലാത്തിലൊന്നും ഉണ്ടാവില്ല. ദണ്ട് വെക്കാണ്ട് വരയ്ക്കണ കൂട്ടരുണ്ട്. അപ്പോൾ ഇതാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഇതൊക്കെ ഇത് ഒരു 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 തർക്ക വിഷയം ആണിത്. ഇത് പറയുമ്പോൾ വ്യക്തിപരമായൊരു അനുഭവമാണ്, അതും കൂടി പറയണം. അത് പറയാതിരുന്നാൽ പൂർണ്ണമാവില്ല. ഇത് ചർച്ച വന്നുകൊണ്ടാണ്. 1989 നമ്മൾ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പം ദീക്ഷ സ്വീകരിച്ചു. ശിവരാത്രി സമയത്ത് ആശ്രമത്തിലെത്തി. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ചിദാൻജി, വലിയ സ്നേഹമായിട്ട് ചിദാൻജി എന്നൊക്കെയാണ് വിളിക്കുക. ദേഷ്യം പിടിച്ചാൽ വേറെയും വിളിക്കും. അപ്പോൾ വലിയ സ്നേഹവും ലോഹ്യമൊക്കെ ഉള്ളപ്പോൾ ചിദാൻജി എന്ന് വിളിക്കും. ചിദാൻജി, എന്തായാലും സന്യാസമൊക്കെ സ്വീകരിച്ച് വന്നാലേ ഒന്ന് കാശികാനന്ദഗിരി സ്വാമികളെ ഒന്ന് പോയി കണ്ട് നമസ്കരിച്ച് വന്നോളൂ. അപ്പോൾ കാശികാനന്ദഗിരി സ്വാമി എന്ന് പറഞ്ഞാൽ ആരാ? ആചാര്യ മഹാമണ്ഡലേശ്വർ എന്നുള്ളതല്ല വിഷയം. അറിവിൻ്റെ ഒരു സാഗരമായിട്ട് മാനിക്കപ്പെടുന്ന ആളാണ്. സർവദർശനങ്ങളിലും അദ്വിതീയൻ. അനേക ശതം ഗ്രന്ഥങ്ങൾ എഴുതി അനേകം പേർക്ക് മാർഗദർശനം ചെയ്തു എന്നുള്ളതൊക്കെ വേറെ. മൊത്തം എല്ലാ അഖാഡകൾക്കും ഉപരി ആചാര്യ മഹാമണ്ഡലേശ്വർ സ്ഥാനത്താണ് സ്വാമിജി ഇരിക്കുന്നത്. സ്വാമിയുടെ വിദ്വത്തെ പറയാത്തതാട്ടോ ഭേദം. ഇത്ര വലിയ വിദ്വാനാണ്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. സ്വാമിജി ഇപ്പോൾ ഈ പറയുന്ന അവസ്ഥയൊക്കെ എത്തുമ്പോൾ വളരെ പ്രൗഢാവസ്ഥയിൽ വൃദ്ധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രായ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് MA-ക്ക് സർവദർശന ആചാര്യനാണ്. അന്ന് ആ വിദ്യാർത്ഥി എഴുതിയ ആൻസർ പേപ്പറുകൾ ഇന്നും സമ്പൂർണ്ണാനന്ദ യൂണിവേഴ്സിറ്റിയിൽ റെഫറൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിദ്യാർത്ഥി എഴുതിയ ആൻസർ പേപ്പർ ഒരു റെഫറൻസ് പുസ്തകമായിട്ട് യൂണിവേഴ്സിറ്റി സൂക്ഷിക്കണമെങ്കിൽ ആരാ? ഒക്കെ പദ്യത്തിലാണ്. സംസ്കൃത പദ്യമാണ്. വാല്യൂ ചെയ്യാൻ പറ്റണ്ടേ? ഫുൾ മാർക്ക് കൊടുക്കല്ലാണ്ട് ആചാര്യന്മാരെന്ത് ചെയ്യും? അങ്ങനെ 100-ൽ 100 മാർക്കിലാണ് ദർശനങ്ങൾ മുഴുവൻ പാസ്സായത് ആചാര്യർ. അങ്ങനത്തെ ആചാര്യനാണ്. ബാക്കി പറയണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും സത്യം തുറന്ന് പറയാമല്ലോ, നമുക്കൊക്കെ അടുത്ത് പോവാനൊരു പേടിയാണ്. അതേ
ചിരിക്കൊന്നുമില്ലയോ? അയ്യോ ചിരിക്കണം, എന്താ നോട്ടം കണ്ടാൽ തന്നെ പേടിയാവും. ചിരിക്കണ പ്രശ്നമല്ല, വളരെ ആ ഒരു ഗൗരവത്തിൽ. അപ്പോൾ കാശികാനന്ദഗിരി സ്വാമിയെ പോയി നമസ്കരിച്ച് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും അതേ സമയത്തൊരു സങ്കോചവും രണ്ടുമുണ്ട്. ഏതായാലും പോയി ഒരുവിധം കുറച്ച് പഴമൊക്കെ വാങ്ങി, ആപ്പിൾ പഴമൊക്കെ വാങ്ങി സ്വാമിയുടെ അടുത്ത് എത്തി നമസ്കരിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ദീർഘായിട്ട് നമസ്കാരമൊക്കെ ചെയ്തു. സ്വാമി ഇരിക്കുക, ഇതൊന്ന് മുഖം പൊന്തിച്ച് നോക്കി. അപ്പോൾ സ്വാമിജി ശരീരം കൊണ്ട് മലയാളിയാണെന്ന് എത്ര പേർക്കറിയാം? പക്ഷെ മലയാളം പറയില്ല കേട്ടോ. മലയാളം പറയുകയില്ല, ഹിന്ദി സംസ്കൃതം രണ്ട് മാത്രമേ പറയുള്ളൂ, മലയാളം പറയില്ല. അപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ്, എന്താ പേര്? പേര് പറഞ്ഞു, സ്വാമി ചിദാനന്ദപുരിയിൽ നിന്നാണ്. എവിടുന്നാണ് വരുന്നത്? അങ്ങനെ ഗുജറാത്ത് മെഹമ്മദാബാദിൽ നിന്നാണ്. വിമലാനന്ദജിയുടെ ശിഷ്യനാണോ? അതെ. ഇരിക്കൂ. ഇരിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കാതിരിക്കാൻ വയ്യല്ലോ. അല്ലേ, ഒരാൾ നമ്മളോട് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ബഹുമാനം കാണിച്ച് നിൽക്കാൻ പാടുണ്ടോ? എന്താ അഭിപ്രായം? ഒരാൾ നമ്മളോട് ഇരിക്കൂ എന്ന് പറഞ്ഞു, ബഹുമാനം കൊണ്ട് നിൽക്കാൻ പാടുണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പം ഇരിക്കണം, അതാണ് ബഹുമാനം. പറഞ്ഞാൽ അത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ ഇരുന്നു. അതിന് മുമ്പിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാലിൻ്റെ മുട്ട് പറയ്ക്കണത് എന്തായാലും കാണില്ല, അങ്ങനൊരു ഗുണമുണ്ട് ഇരിക്കുകയായതുകൊണ്ട്. അത്രയോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഓ അപ്പോൾ വിമലാഞ്ജിയുടെ ശിഷ്യനാണ്, ഞാനൊരു മന്ത്രം പറയാം, ആ മന്ത്രത്തിലുള്ള തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിക്കണം. ഭഗവാനെ, ഇതിപ്പോൾ പറയാതിരിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. എന്താണ് ഈ സാധനം ചോദിക്കാൻ പോണത്? കണ്ടാലേ അറിയുള്ളൂ അതിൻ്റെ ഗൗരവേ. പിന്നെ ഗൗരവത്തിലുപരി നമ്മളൊക്കെ മനസ്സിലുള്ളൊരു ഗൗരവം ഉണ്ടല്ലോ, അങ്ങനെയില്ലേ? ഇത്രയും വലിയൊരാളെടുത്താൽ പോകണമെന്നുള്ളൊരു അങ്ങനെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് അത് എത്ര സ്നേഹമായി പെരുമാറിയാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മളെ മനസ്സിൽ അത്രയും വലിയൊരാളെടുത്തേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ, ഇതാണ് മാത്രം. ഇതിലെന്താ തെറ്റ്? ഇതാണ് ചോദ്യം. നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വന്നു. ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത്രയേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിൽ വന്നു, കൃഷ്ണായ പരബ്രഹ്മണേ നമ എന്നുള്ളത് ശരിയാണ്. ശ്രീ മായാതത്വമാണ്. അപ്പം മായായുക്തനാകുമ്പോൾ പരബ്രഹ്മല്ല, അപരബ്രഹ്മാണ്. ശ്രീകൃഷ്ണായ അപരബ്രഹ്മണേ നമ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ശ്രീകൃഷ്ണായ പറഞ്ഞാൽ പരബ്രഹ്മമല്ല, അപരബ്രഹ്മമാണ്. ഇനി പരബ്രഹ്മമാണെങ്കിൽ കൃഷ്ണായ പരബ്രഹ്മണേ നമ എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് സ്വാമിജി അപ്പം തന്നെ എഴുന്നേറ്റ്, ഇപ്പോഴും ഓർമ്മയുണ്ട്, തൊട്ട് ബാക്കിൽ അളമാരി ഉണ്ട്, അവിടുന്ന് ഒരു പുസ്തകം എടുത്തു, അദ്ദേഹത്തിൻ്റെ ദ്വാദശ ദർശന സംഗ്രഹം എന്നുള്ള പുസ്തകം. അന്ന് അതിന് 80 ഉറുപ്പ്യ വില. അത് സമ്മാനമായിട്ട് തന്നു. ഇപ്പോഴും ആശ്രമത്തിലുണ്ട് ആ പുസ്തകം. അത് സമ്മാനമായി തന്നു. അത് വിശേഷമാണ്. കാരണം സ്വാമിയുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ 2 സ്വാമി ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ള പ്രസിദ്ധമാണ്. സന്യാസിമാർക്കിടയ്ക്ക് പ്രസിദ്ധമാണ്, ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയത് വലിയ സന്തോഷമായി. എന്തായാലും അവിടെ നമസ്കരിച്ച് പോന്നു. അന്ന് ഈ പുസ്തകം കിട്ടിയപ്പോൾ നമ്മൾ നോക്കി, എൻ്റെ മുഖചിത്രം, അതിൽ ശങ്കരാചാര്യൻ്റെ ചിത്രമാണ്, ദണ്ടില്ല. എന്നാണ് ആദ്യമായിട്ട് ദണ്ടില്ലാത്തൊരു ചിത്രം നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് കണ്ടതിലൊക്കെ ദണ്ടുള്ള ചിത്രമാണ്. അപ്പോൾ ചിത്രം നോക്കിയപ്പോൾ നമ്മളെ മനസ്സിൽ ഈ സംശയമുണ്ട്, ക്യാ ഒന്നും ചോദിച്ചു. ആ ചോദ്യമൊക്കെ കുറച്ച് ഗൗരവമാണ്. അപ്പോൾ സംശയം ചോദിക്കാറുണ്ട്. എന്താണ് ഇത്? ഈ ചിത്രത്തിൽ ദണ്ട് കാണുന്നില്ല. ഇതിന് മുമ്പ് ശങ്കരാചാര്യ ചിത്രം കണ്ടതിലൊക്കെ ദണ്ടുണ്ട്, അതെന്താ അങ്ങനെ? അവിടെ സ്വാമിജി ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യം, ശങ്കരാചാര്യർ സ്വയം പരമഹംസ പരിവ്രാജകനല്ല എന്ന് വരുമോ? രണ്ടാമത്തെ ചോദ്യം, പൂർവാശ്രമത്തിൽ ബ്രാഹ്മണനായിരുന്നു എന്ന അഭിമാനം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വരുമോ? മൂന്നാമത്തെ ചോദ്യം, ശങ്കരാചാര്യർ മഠാധിപതി ആയിരുന്നുവോ? ഇത്രയേ ഉള്ളൂ, വേറൊരു ഉത്തരവില്ല, ഒന്നുമില്ല. വേഗം തന്നെ ഒന്നും കൂടി നമസ്കരിച്ച് നമ്മളവിടുന്ന് പോവുകയും ചെയ്തു. ഈ ഒരു അനുഭവമാണ്. മുമ്പ് വലിയ വാദം നടന്ന വിഷയമാണ് കരപാത്രജിയും മഹേശാനന്ദഗിരി സ്വാമിയും. രണ്ടും ഭാരതത്തിൽ ഏറ്റവും വലിയ വേദാന്ത വിദ്വാൻമാരായിട്ട് അറിയപ്പെട്ടവരാണ് ആ കാലഘട്ടത്തിൽ. ഒരു ഭാഗത്ത് ധർമ്മമൂർത്തി കരപാത്രജി,
മറ്റേ ഭാഗത്ത് വിദ്വത് വരിഷ്ഠനായ മഹേശാനന്ദഗിരി. രണ്ടുപേരും തമ്മിൽ ഗംഭീരവാദം നടന്നു. കാശിയിലാന്നാ ഓർമ്മ. ദണ്ട് വേണം എന്ന് കരപാത്രജി, ദണ്ട് വേണ്ടാന്ന് മഹേശാനന്ദഗിരി. അതങ്ങനെ തുടർന്നു. രണ്ടാളും ആ അഭിപ്രായത്തിൽ തന്നെയാണല്ലോ പിരിഞ്ഞത്. അഭിപ്രായം രണ്ടാളും മാറ്റിയിട്ടില്ല. മഹേശാനന്ദഗിരി സ്വാമിയുടെ ശിഷ്യനാണ് കാശികാനന്ദഗിരി സ്വാമി. പിന്നീട് ഈ അഭിപ്രായം തന്നെയാണ് ചിന്മയ മിഷൻ തുടങ്ങിയവ സ്വീകരിച്ചത്. അതുകൊണ്ട് ചിന്മയ മിഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിലും ദണ്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടായിരുന്നില്ല. അതാണ് ദണ്ടിനെ പറ്റി പറഞ്ഞാൽ. എന്നാൽ ശങ്കരാചാര്യന്മാർ സമ്മതിക്കില്ല. അത് ദണ്ടില്ലാത്ത ചിത്രം കണ്ടാൽ അന്യായമാണെന്ന് അവർ പറയും. ഇതൊക്കെയാണ് ശങ്കരാചാര്യ രൂപം, കാലം ഒക്കെ പ്രശ്നമാണ്. ഇതിൽ വേറൊന്നും കൂടി കൂട്ടിച്ചേർക്കണം. മഹാമണ്ഡലേശ്വരന്മാരാരും ദണ്ടുള്ളവരല്ല കേട്ടോ. എല്ലാം ദണ്ട് ഉപേക്ഷിച്ചവരാണ് മഹാമണ്ഡലേശ്വരന്മാർ. അത് വലിയ ഒരു വിഷയമാണ്. നമുക്ക് നിർണയമൊന്നും പറയാൻ വയ്യ. ശരി, തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. സന്തോഷം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.